ഡയറക്ടർ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളോട് ഡയറക്ടർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കില്ല. ഡയറക്ടർ പറയുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക സ്വയം കുറെ സംഭവങ്ങൾ കയ്യിൽ നിട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡയറക്ടർ പറഞ്ഞു? ഡയറക്ടർ ഇന്ന് ഇവിടെ ഇല്ലല്ലോ, നിങ്ങളായിട്ട് അടുത്തിരിക്കുന്നവർക്ക് ചോദിക്കും. അങ്ങനെ വല്ലതും ഡയറക്ടർ പറഞ്ഞു? മമ്മൂക്ക സ്വന്തമായിട്ട് നമുക്ക് നാവ് കൊണ്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ അതൊക്കെ മമ്മൂക്ക സ്വയം ഇട്ടോ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അല്ല, അതൊക്കെ മമ്മൂക്കായിട്ടാണ്. അല്ലാതെ അങ്ങനെ ചെയ്യണമെന്ന് ഈ ഒരു എന്താ ചെറിയ നുവാൻസസ് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണം ഡീൻ ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ അതാ പറഞ്ഞത്, അത് ഒരു ക്യാരക്ടർ ഒരു ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ, മനസ്സിലാക്കാനോ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ സാധിക്കാന്നുള്ളത്. ലെജൻഡായിട്ട് ഇങ്ങനെ നിൽക്കണമല്ലോ. കുറെ പഠിക്കാൻ പറ്റി. തുടങ്ങിയ ഒരു ജേർണിയാണ്. 2019 തുടങ്ങിയ ജേർണിയാണ്. ഇപ്പൊ 2025. അപ്പോൾ ഈ ഇത്രയല്ലേ ഇതിന്റെ ഇടയ്ക്ക് കുറെ റിലീസ് ആവാൻ പോകുന്നതിന്റെ ഓരോ ടീസർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വരുമ്പോഴും ആളുകൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇത് റിലീസ് ആവുന്ന സമയത്ത് ആകുമ്പോഴേക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തിരുന്നതാണ്. ഓഡിയൻസ് പലപ്പോഴും എന്താ ബസൂക്കയാണ് ഇന്ന് റിലീസാവും നാളെ റിലീസാവും അങ്ങനെ കുറെ ഡിലേ ആയി അങ്ങനെ പോയിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല ഇതിൽ പോയി? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇതിപ്പോ ഞാൻ ഈ ഇതിന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ പ്രൊമോഷൻസ് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്ക പടമാണ്. നമ്മൾ ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് പറയുക, ഈ ഒരു ഓൺലൈൻ ഗിമ്മിക്കുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് മേ ബി ഒരു 5-6-7 വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സ്. അതിനു മുന്നേ 2-3 ജനറേഷന്റെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗിമ്മിക്കിന്റെ യാതൊരു ആവശ്യമില്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ആന്റിസിപ്പേറ്റഡ് ആണ്. എന്താണ് ആ പടം, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെ കുറിച്ചൊന്നും ജനങ്ങളെ കൂടി ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്ത് സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ബസൂക്ക എന്നാണ് റിലീസ്, ബസൂക്ക എന്നാണ്. അവർക്ക് ബസൂക്കയെ കുറിച്ചാണ് അറിയേണ്ടത്. അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല, പക്ഷെ ആളുകൾ അറിയും മമ്മൂക്ക പടം എന്ന്. അതേപോലെ തന്നെ കാരണം സിനിമ ഇന്നലെ ഇറങ്ങി നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സൈഡിൽ ഇന്ന് ഒരു നെഗറ്റീവ് റിവ്യൂസും ഇപ്പൊ അശ്വന്ത് തോക്കിന്റെ റിവ്യൂ ഇന്നലെ ഇറങ്ങിയായിരുന്നു. അപ്പം താങ്കൾക്കെതിരെയും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവെഞ്ച് പോലെ എനിക്ക് തോന്നി. കാരണം കടയിൽ ഇറങ്ങിയ സമയത്ത് താങ്കളെ വിമർശിച്ചുകൊണ്ട് ഇറങ്ങിയ താങ്കളുടെ പടങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് താങ്കളെ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോന്നിയോ? ഞാൻ റിവ്യൂ കണ്ടിരുന്നു. പക്ഷേ ഇത് പുള്ളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ചെയ്യാം, ആക്ച്വലി ചെയ്യാം. മാത്രമല്ല പുള്ളി നെഗറ്റീവ് മാത്രമല്ല, പുള്ളി എന്നെ പറ്റി പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പടങ്ങളിൽ ഇപ്പോൾ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടും എടുക്കാറില്ല. കാരണം ഞാനിങ്ങനെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയുക പൊങ്ങുകയോ അല്ലെങ്കിൽ അവർ ഡീഗ്രേഡ് ചെയ്തിട്ട് ഞാൻ താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വരെ യാത്ര ചെയ്തെത്താൻ പറ്റില്ലല്ലോ. ആളുകൾ എന്ത് പറയും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആൻറ്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാതെ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക. നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും. മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ നമുക്ക് ഈ പടത്തിൽ നെഗറ്റീവ് കേട്ടോ നീ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന ഇപ്പോൾ ബസൂക്കയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കയുടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണുന്നില്ല.